5000 കലോയുടെ മോൺസ്റ്റർ ഷവർമയാണ് ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുത്തിയിരുന്ന് കഴിച്ച് തീർക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോൺസ്റ്റർ ഷവർമയാണ്. അതാണ്ട് ഇത്രയും വരത്തില്ല, ഇത്രയും വരികയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഷവർമ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 1.5 കിലോ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് അരിഞ്ഞ് കൊത്തിയിട്ട് എല്ലാം കളഞ്ഞപ്പോഴത്തേക്ക് 1 കിലോയൊക്കെ ആയിട്ടുണ്ടാവരുത്. അതങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കി ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. സംഭവം കൊള്ളാം, ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് കുക്കിങ്ങൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ പീസ് 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 ആക്കണം. ഇത് ചിങ്ങ എടുക്കുക, വിതറുക, ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവന്മാരൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് ഭായിമാരൊക്കെ? നമുക്കിനി വേറെ വഴിയില്ല, അതൊക്കെ പ്രൊഫഷണൽ ചെയ്യുന്ന പരിപാടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ, സൂം ചെയ്താണെങ്കിൽ. അയ്യോ കുഴഞ്ഞ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റൊമാലി റൊട്ടിയാണ്. ഇത്രയും വലിയ ഷവർമയ്ക്ക് വേണ്ടി പറ്റിയ ബിഡാ റൊമാലി റൊട്ടി ഇതാ വരുന്നു. കണ്ട റൊമാലി റൊട്ടി, നമ്മളിത് നമ്മൾ തന്നെ പരത്തി ചുട്ടെടുത്ത സാധനമാണിത്. ഇതാണ് നമ്മുടെ റൊമാലി. പൊള്ളിപ്പോയി. ഇതാണ് നമ്മുടെ റൊമാലി റൊട്ടി. നല്ല ചൂടായിട്ടിരിക്കുക. പക്ഷെ ഒരു പ്രശ്നം, പപ്പടം കണക്കായിപ്പോയി. നടുക്ക് ചെറിയൊരു ദോരവും വീണു. കുഴപ്പമില്ല, നമ്മളെ ദോരം ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ട്, ദോശ. അതെടുത്ത് നമ്മൾ ദോരം ഫില്ല് ചെയ്തിരിക്കുന്നു. ഇതെന്ത് ഇന്ത്യയുടെ മാപ്പോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കലാമാ. സെറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ മയണൈസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ നിരത്താൻ പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വെജീസ്, ഇത് കുറേ ഉണ്ടല്ലോടാ. ഫ്രഞ്ച് ഫ്രൈസ്, കുറച്ച് കെച്ചപ്പ്, അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് മോൺസ്റ്റർ ഷവർമ ഈസ് റെഡി. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. കണ്ടിട്ട് തന്നെ കൊതി വരുന്നതാണ്ട് എല്ലാ സാധനങ്ങളും വെച്ച് ഇത് പൂക്കളിട്ടേക്കുന്ന കൊള്ളാല്ലേ കാണാൻ, സെറ്റ് സാധനം. അപ്പോൾ നമുക്ക് ഇതിന് റോളും കൂടെ ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം ചപ്പാത്തി പപ്പടങ്ങളൊക്കെ അതിന് റോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. എല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് റോൾ ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ചടങ്ങായിട്ട് ഇപ്പോൾ നമുക്ക് ഉള്ളത്. കാരണം വെച്ചാൽ ഇത് പപ്പടം കണക്കിരിക്കുക, റോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. നമുക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ മോൺസ്റ്റർ ഷവർമ റെഡി. ഇതുകൊണ്ടോ കൊള്ളല്ലേ കാണാൻ, ഭംഗി നോക്കണം. അതുകൊണ്ട് പറയട്ടെ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. പക്ക അന്യ ടേസ്റ്റ്. ഞാൻ അത് കുക്കായിരിക്കുന്നു. യൂട്യൂബ് കൂട്ടിപ്പോയാൽ ഞാൻ ജീവിക്കും കേട്ടോ.
ഈ ഒരു മോൺസ്റ്റർ ഷവർമയ്ക്കകത്ത് എത്ര കലോറി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. 1 കിലോ എണ്ണ പൊരിച്ചെടുത്ത ചിക്കനാണ്, അതെല്ലാം കൂടെ 2460 കലോറീസ് ഉണ്ട്. 10 ചപ്പാത്തിയുടെ മാവ് കുഴച്ചാണ് ഇത്രയും വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അത് പാത്രത്തിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി എണ്ണയിൽ പൊത്തി എടുത്തേക്കുക. അതെല്ലാം കൂടെ ചേർത്ത് 1200 കലോറീസ് വരും. 200 ഗ്രാം ഫ്രഞ്ച് ഫ്രൈസ് 624 കലോറീസ് വരും. 200 ഗ്രാം വെജീസ് 130 കലോറീസ് വരും. കെച്ചപ്പ് 110 കലോറീസും മയോണൈസ് 510 കലോറീസും എല്ലാം കൂടെ ചേർത്ത് ഒരു ആവറേജ് 5000 കലോറീസ് വരും ഈ ഒരു മോൺസ്റ്റർ ഷവർമ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഷവർമയുടെ അവസ്ഥ. ചപ്പാത്തി ചെറുതായിട്ട് തണുപ്പടിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഇറക്കാൻ പാട്. $270 ഗ്രാം പ്രോട്ടീനാണ് കയറിയിരിക്കുന്നത്. എന്ന് പോയി നല്ലോണം വർക്കൗട്ട് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട്. പുഷ്പക്കതെല്ലാം ഫ്ലവറാടാ, ഫ്ലവറ്, കോളിഫ്ലവർ. നിങ്ങളവിടെ നോക്കുമ്പോൾ നേരത്തെ വെളിച്ചം കണ്ടിരുന്നോ? ഇപ്പോൾ രാത്രിയായി കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇരുട്ട് ഇത് കഴിച്ച് ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ, രാത്രിയായി. ദോശയും ഉണ്ടല്ലോ. സംഭവം വയറ് അറിഞ്ഞൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ലോഡഡ് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഒരുപാട് കഴിക്കുമ്പോഴത്തേക്കും മടുക്കും. നമ്മൾ ആ മയണൈസും ലോഡ് ഫ്രൈസിൻ്റെ എണ്ണ എല്ലാം ചേർന്ന് മൈൻഡൊന്നും മടുക്കും. ആ ഒരു സംഭവം എനിക്ക് കിട്ടി തുടങ്ങി. അല്ലാതെ വയറ് തന്നിട്ടില്ല. എനിക്കൊന്നും ഈ ഒരു മയണൈസും സോസും എല്ലാം കൂടെ ആയിട്ടാ. അതുകൊണ്ട് നമുക്ക് കുറച്ച് സോസും കൂടെ ഒഴിക്കാം. സത്യം പറഞ്ഞാൽ മടുത്തു തുടങ്ങി. കഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇതുവരെ വയറ് നിറഞ്ഞ് ഞാൻ ചലഞ്ച് അവസാനിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ. ചലഞ്ച് അവസാനിപ്പിക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ മധുരം കൊണ്ട് മത്തടിച്ച് മടുക്കും, അതല്ലെങ്കിൽ ഇതുപോലത്തെ എണ്ണ സോസൊക്കെ കഴിച്ചിട്ട് മത്തടിച്ച് മടുക്കും. അല്ലാതെ തിന്ന് ഞാൻ മടുക്കത്തില്ല പോലെ. നമ്മളോടാ കളി. പുല്ല് ദാഹിക്കുന്നു. ക്യാമറമാനെ നോക്കിക്കത് കുറച്ച് വെള്ളം എടുത്തോണ്ട് പോടാ. മനുഷ്യൻ ഇവിടെ ചാവുന്ന വെള്ളം ഇല്ലാതെ പിടിച്ചോ. കുഴഞ്ഞ് വെള്ളമോടെ കുടിച്ചപ്പോൾ കുറച്ച് വയറിറങ്ങി. കുടിക്കണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നി തുടങ്ങി. അതിൻ്റെ കൂടെ ആ തണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തന്നോണ്ട് അതിനകത്ത് വെള്ളത്തിൽ മുക്കി ഞാൻ കഴിക്കുന്നത്. അപ്പം ഫ്ലേവറല്ല, വെള്ളത്തിൽ ഒലിച്ചു പോയി. നമ്മുടെ ലാസ്റ്റ് ബൈറ്റ് ആയിട്ടുണ്ട്. വയറ് നിറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിറഞ്ഞ വയറ്. ഇച്ചിരി ഹെവി ആയിരുന്നു സംഭവം. ഞാൻ വിചാരിച്ച അത്രയും സിമ്പിളല്ല. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബൈറ്റ് രണ്ട് ബൈറ്റിനുള്ളതുണ്ട് കേട്ടോ. ഒരു ബൈറ്റിനകത്താക്കിയല്ലോ. ചലഞ്ച്. ഇത് ഒരു ബൈറ്റിനകത്താക്കാൻ പറ്റുമോ ഇല്ലയോ? ചപ്പും ഒടുക്കുന്ന ദാഹം. അപ്പം ഇനി അടുത്ത ചലഞ്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് 10 കിലോ ലഡുവും 5 കിലോ. മനുഷ്യനാണ് ഓരോരുത്തർ പറഞ്ഞ് കേൾക്കണം. ഇത് കണ്ടോ, ഇത്രയുള്ള വയറ്. 10 കിലോ എന്ന് പറയുമ്പോൾ ഇത്രയും വരും. വയറെനിക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ പറയുന്ന കമന്റ് ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, ബൈ. ഞാൻ ചത്തടാ.